ഹലോ ഫ്രണ്ട്സ്, KN19 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് രേണുവിന്റെ ഒരു മെന്റലിസം വീഡിയോ ആണ്. അതായത് മരിച്ചുപോയ സുധിച്ചേട്ടനെ കാണുമ്പോൾ രേണുവിന് എന്താണ് പറയാനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ രേണുവിന്റെ റിയാക്ഷൻ എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ പല ഹസ്ബൻഡ് മരിച്ച പലരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും. നമുക്ക് എന്തായാലും അധികം താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. എന്റെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എന്റെ കണ്ണിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കോളൂ. ഞാനങ്ങനെ നോക്കുന്ന സമയത്ത് ടേക്ക് എ ഡീപ് ബ്രെത്ത്, ജസ്റ്റ് ബ്രീത്ത് ഔട്ട്. when I say സ്ലീപ്പ് എന്ന് പറയുന്നൊരു വാക്ക് പറയുന്ന സമയത്ത് ആബ്സല്യൂട്ട്ലി വളരെ ടയർഡ് ആയിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട്, കംഫർട്ടബിൾ ആയ ഒരു സ്ലീപ്പിലേക്ക് പോകാൻ പോവാണ്. ജസ്റ്റ് ലുക്ക് വൺ സ്ട്രൈറ്റ് പോയിന്റ് ഹിയർ. ഏതെങ്കിലും ഒറ്റ പോയിന്റ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് അഗൈൻ, ജസ്റ്റ് റിലാക്സ്, സ്ലീപ്പ് ഡീപ്പർ 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 ഡീപ്പർ. ആബ്സല്യൂട്ട്ലി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര റിയാലിറ്റി ആയിട്ട് മാറാനായിട്ട് പോവാണ്. വാട്ട് എവർ ഐ ടെൽ യു അതെല്ലാം നല്ല റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് മാറാനായിട്ട് പോവാണ്. സ്ലീപ്പ് അഗെയിൻ. നെക്സ്റ്റ് ടൈം കണ്ണു തുറന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്പർ 3 ഓർമ്മ ഉണ്ടാവില്ല. യു കെൻ ഓൺലി കൗണ്ട് 1 2 4 5 6. യു കെൻ ഓൺലി കൗണ്ട് 1 2 4 5 6. കണ്ണു തുറന്നു കഴിഞ്ഞാണ്ടല്ലോ 1 2 4 5 6 എന്നായിരിക്കും ഇനി മുതൽ കൗണ്ട് ചെയ്യാനായിട്ട്, ഓർക്കാനായിട്ട് പറ്റുന്നുണ്ടാവുക. സ്ലോലി ഓപ്പൺ യുവർ ഐസ്, കം ബാക്ക്. ഓക്കെ, ഹായ്. നന്നായിട്ട് റിലാക്സ്ഡ് ആവുന്നുണ്ടായിരുന്നു അല്ലേ? ഭയങ്കര അടിപൊളിയായിട്ട് റിലാക്സ്ഡ് ആവുന്നുണ്ടായിരുന്നു. ഇതൊന്ന് ഉറക്കെ കൗണ്ട് ചെയ്യാവോ? ഒന്ന് എണ്ണാവോ? ഇത് 1 2 4 5 6. ഓക്കെ ഓക്കെ. പുള്ളിക്കാരുടെ കയ്യിൽ 6 ഫിംഗേഴ്സ് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അല്ലേ? ഈ കൈ ഒന്ന് കൗണ്ട് ചെയ്ത് ഇവിടെ 1 2 4 5 6. അയ്യോ, കൺഫ്യൂസ്ഡ് ആയല്ലോ. 6 + 6 12 ഫിംഗേഴ്സ്. ഒരാളുടെ കയ്യിൽ ശരിക്കും 10 ഫിംഗേഴ്സേ ഉള്ളൂ. കയ്യിൽ 12 ഫിംഗേഴ്സ് ഉണ്ട്. എന്തെങ്കിലും പ്രത്യേകത ഉള്ള കൈയാണോ? ഇല്ലല്ലേ? എന്താണെന്നറിയോ, ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ആ ഒരൊറ്റ നമ്പർ എടുത്തിട്ട് തലയിൽ ജസ്റ്റ് ഒന്ന് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓർക്കാൻ പറ്റും. യു ക്യാൻ സീ നമ്പർ പറയാൻ പറ്റും. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ, ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5. ബ്രില്യൻ, ബ്യൂട്ടിഫുൾ. അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചൂടെടുക്കുന്നു, കുഴപ്പമില്ല. കംഫർട്ടബിൾ ആയിട്ട് വന്നു, കംഫർട്ടബിൾ ആയിട്ട്. എന്താ ജസ്റ്റ് ലുക്ക് റൈറ്റ് ഹിയർ. നല്ലൊരു ബ്രീത്ത് എടുത്തോളൂ. സ്ലീപ്പ് ഡീപ്പർ 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 ഡീപ്പർ. കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാണ്. ഡീപ്പ് സ്ലീപ്പ്, കംപ്ലീറ്റ് ഡീപ്പ് സ്ലീപ്പ്. നെക്സ്റ്റ് ടൈം വേണം കണ്ണു തുറന്നു കഴിഞ്ഞാൽ, ഓക്കെ, നെക്സ്റ്റ് ടൈം വേണു കണ്ണു തുറന്നു കഴിഞ്ഞാൽ വേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ, ഞാനല്ല, രേണുവിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പേഴ്സൺ, ആ ലേഡീനെ രേണു കാണുന്നത് രേണുവിന് ഏറ്റവും പ്രിയപ്പെട്ട സുധിച്ചേട്ടനായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. 1 2 3 ഓപ്പൺ യുവർ ഐസ്. കുഴപ്പമില്ല. കരയണ്ട. അദ്ദേഹത്തിനോട് പറയാൻ
മെസ്സേജ് നീ ലാസ്റ്റ് അയച്ച മെസ്സേജ് കുഴപ്പമില്ല സാർ ദേഷ്യമൊന്നുമില്ല ഞാൻ കരയണ്ട ഇനി അങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി മുന്നോട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ പോകണം കേട്ടോ. സാരല്ല, ഒന്ന് കയ്യിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് ഡീപ് ബ്രെത്ത്, ജസ്റ്റ് നന്നായിട്ട് റിലാക്സ് ചെയ്തോണ്ടിരിക്കുക. ഹൗവർ ഈ ഒരു പോയിന്റ് തൊട്ട് നിങ്ങൾ ശരിക്കും ജനുവനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു, നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഈ ഒരു സമൂഹത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. സുധിച്ചേട്ടൻ മരിച്ചത് കാരണം അത്രയും അങ്ങേയറ്റം ജീവിതത്തിൽ അനുഭവിച്ചൊരു പെൺകുട്ടിയാണ് രേണു എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും അവളെ കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവർക്ക് യാതൊരുവിധ ശമനവും വരുന്നില്ല. ഈ ഒരു വീഡിയോ അവർ കാണുവാണെങ്കിൽ അവർ പറയും ഇതും അഭിനയമാണ് എന്നേ പറയത്തുള്ളൂ. വേണമെങ്കിൽ ഈ പറഞ്ഞ ആങ്കറും ആ ചെക്കനും കൂടെ രേണു കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ അഭിനയിച്ചു എന്ന് വരെ വേണമെങ്കിൽ വരുത്തി തീർക്കും എന്നുള്ളതാണ്. ഒരു തരത്തിലും രേണുവിനെ ജീവിക്കാൻ വിടില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് രേണു മാത്രമല്ല, നമ്മുടെ ഈ ഭർത്താക്കന്മാർ മരിച്ച പല വിധവകളുടെ സിറ്റുവേഷൻസ് ഇതാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ നേരിടുന്ന ഒത്തിരി വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണുവിന് സുധിച്ചേട്ടൻ്റെ അടുത്ത് ഇഷ്ടമില്ല, വേറെ അഫെയർ ഉണ്ടായിരുന്നു, വെറും ചുമ്മാ വെറുതെ ഷോ ആണെന്ന്. പക്ഷേ ഇത് കാണുമ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു മറുപടിയാണ്. ഇതിലപ്പുറം ഒന്നും നമുക്ക് പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.